ഹിവ വെരിഗേറ്റഡ് പറഞ്ഞ പ്ലാന്റ് ആണ്. അത് ഒറ്റ കളറാണ്. ഒരുപാട് കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അത്രയും വലിയ റൂട്ട് സ്റ്റോക്കുമേ. ഹവായ് പിങ്ക് ഒക്കെ ഉണ്ടല്ലേ? അല്ലാതെ ഉണ്ട്. ബ്രസ റെഡ് വെരിഗേറ്റഡ് വരുന്നുണ്ട്. എല്ലാ കളേഴ്സും വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള തടി. ഈ തടി കംപ്ലൈന്റ് ഒന്നും വരില്ല അല്ലേ? ഇങ്ങനെ നിന്നോളൂ? അങ്ങനെ തന്നെ നിന്നോളൂ, കുഴപ്പമൊന്നും. പിന്നെ മഴക്കാലം ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ബ്രസ പീച്ച് ഒക്കെ കൂടി ചെയ്ത മൾട്ടിഗ്രാഫ്റ്റ്. ട്രാൻസ്പോർട്ടേഷൻ നടക്കും ഇത്ര വലിയ ചെടി? ഇത്ര വലുതാകുമ്പോൾ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം ഇത് നമുക്ക് പെറ്റ് സർവീസിൽ വിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും വലിയ പ്ലാന്റ് ആകുമ്പോൾ. അതിൽ 4 കളേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഒരു 80-85 വർഷത്തോളം പഴക്കം വരുന്ന റൂട്ട് സ്റ്റോക്കാണ് ഇത് വരുന്നത്. വലിയ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഷേപ്പ്, മരത്തിൻ്റെ ഷേപ്പ് കാണാനാണ് നല്ല ഭംഗി. ഹോളൊക്കെ ആയിട്ട് വരുന്നൊരു ഷേപ്പിലാണ് വരുന്നത്. ബാലകാർണ വെറൈറ്റിയാണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആട്ടോ. ഒരു മുല്ലപ്പൂ മാതിരി അങ്ങനെ തിക്കായിട്ട്. ഇത് സ്നോ വെറൈറ്റീസ് ആണ്. സ്നോൻ്റെ റെഡ്, യെല്ലോ, ഓറഞ്ച് ആ വെറൈറ്റി. ഇത് സിൽവർ റെഡ് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മൾ 100 രൂപ തൊട്ടാണ് ഇപ്പോൾ തൈകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഹവായ് ഫാമിലിയാണ്. ഹവായ് വൈറ്റ്, പിങ്ക്, പർപ്പിള് അല്ലാതെ 3 കളേഴ്സും വരുന്നുണ്ട്. തടി നല്ല ഭംഗിയാണ് അത് കാണാൻ. കപ്പ് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. തടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള തടികളാണ്. നമ്മൾ പുറത്തുനിന്ന് തടി കളക്ട് ചെയ്തതിന് ശേഷം അത് വേര് പിടിപ്പിച്ചിട്ട് 1 വർഷം വേര് പിടിക്കാൻ വേണ്ടി വെക്കുക. അതിൻ്റെ ശേഷമാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഗോൾഡൻ സമ്മർ വൈറ്റ് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. നല്ല യെല്ലോയിഷ് ലീഫ്. ഈ ചെടികളൊക്കെ ഇതൊക്കെ ഹാങ്ങിങ്ങിന് പറ്റിയ ചെടികളാണ്. കാരണം ഇതിന്റെ തണ്ടുകളുണ്ട് വളരെ കനം കുറവാണ്. ഫ്ലെയിമിന്റെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. 5 കളർ വരുന്നുണ്ട്. ഇതില് റൂബി, ഫ്ലെയിം യെല്ലോ, സൺറൈസ് വൈറ്റ്, ഫയർ ഓപ്പാൾ. ഓരോ കമ്പിലും ഓരോ വെറൈറ്റി ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. വലിയൊരു തടിമ ചെയ്താണ്. പിങ്ക് പാന്തറും വൈറ്റ് പാന്തറും കൂടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. ഈ റൂട്ട് സ്റ്റോക്ക് ഒക്കെ പുറത്തുനിന്ന് വരുന്നത്? ഇത് നമ്മൾ പോണ്ടിച്ചേരി, കർണാടക ഭാഗങ്ങളിൽ നിന്നൊക്കെ റൂട്ട് സ്റ്റോക്ക് കളക്ട് ചെയ്യുന്നു. ഓരോരുത്തർക്ക് ഓരോ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത ഇഷ്ടം. അപ്പോൾ അവർക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ മുണ്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള റൂബീസ് ഗാർഡനിലാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ബൊഗൈൻവില്ല ബോൺസായി ചെടിയാണിത്. ഇതുപോലുള്ള ഇഷ്ടംപോലെ ബൊഗൈൻവില്ലാസുള്ള ഒരു ഹോം ഗാർഡനാണത്. പിന്നെ ഇവർക്ക് കൊറിയറില്ല, പെറ്റ് സർവീസിൻ്റെ വണ്ടികൾക്ക് ചെടികൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഏകദേശം 120ഓളം വെറൈറ്റി ബൊഗൈൻവില്ലാസ് ഉണ്ട്. 100 രൂപ മുതൽ ബൊഗൈൻവില്ലാസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് മുണ്ടുപറമ്പിൽ നിന്ന് വരുന്ന റോഡാണ്. ചെന്നത്ത് റോഡ് എന്ന് പറയുന്ന റോഡ്. ഇതെങ്ങോട്ടാണ് പോണത് ഈ റോഡ്? ഇത് ബൈപ്പാസ്ക്കാണ് പോണത്. കോഴിക്കോട് ബൈപ്പാസ്. TT ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. ഇത് മിസ് വേൾഡിൻ്റെ റൂട്ടഡ് പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ്ങിനും പറ്റും. കൂടാതെ നമ്മൾ ഈ ഗേറ്റിൻ്റെ സൈഡിലുള്ള ആർച്ചുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ബൊഗൈൻവില്ലാണ്. നല്ല ഫ്ലവറാണ്. അതുകൊണ്ട് കൊലയായിട്ടുണ്ടാകുന്ന ഒരുതരം പൂക്കളാണ് മിസ് വേൾഡ്. പിന്നെ ഇത് അതാണ് ഇവരുടെ മെയിൻ പരിപാടി. ആ വലിയ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് മരത്തിൽ. അത്തരത്തിലുള്ള ചെടികൾ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതേതാ വാങ്ങിയത്? പ്രിയൂര് പഴുത്ത് വരണുള്ളൂ തോന്നല്ലേ? ബ്രസ പീച്ച് നമുക്ക് സെയിലിനുള്ള മദർ പ്ലാന്റുകളാണ്. ഇത് ഒരു മദർ പ്ലാന്റ് ഇത് കൊടുക്കാനുള്ള ഏരിയാണ്. അത് റൂട്ടഡ് ചെടിയാണ് അല്ലേ? റൂട്ടഡ് തൈകളാണ് ഒക്കെ. ബ്രസ പീച്ചിന് വലിയ പോട്ടുകളിലുള്ള ചെടികളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കയറിയിട്ട് പോവാം. നിങ്ങൾ തന്നെ ഇവിടെ എല്ലാം ഇവിടെ തന്നെ ചെയ്യണം അല്ലേ? ഒക്കെ ഇവിടെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യണം. എന്തോരം ചെടികൾ അവിടെ അറ്റം വരെ ഇരിക്കുന്നുണ്ട്. ബട്ടർ കപ്പ്, ഗോൾഡൻ ബട്ടർ കപ്പ് കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ഫാമിലി പോട്ടിന്റെ പോട്ടുകളാണെന്ന് തോന്നുന്നല്ലേ? വലുത് എത്ര ഇഞ്ചിന്റെ ചട്ടികൾ? അത് 25 ഇഞ്ചിന്റെ പോട്ടുകളാണ്. പീച്ച് റൂട്ട് ചെയ്തേക്കുന്ന ഐഡിയകളാണ് ഇരിക്കുന്നത്. ഇത് പ്രസന്റ് തന്നെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകളാണ്. എല്ലാ കളേഴ്സും ഉണ്ട്. ഇതിപ്പോൾ ഇത്തിരി പൂക്കൾ കുറവല്ലേ? ഇപ്പോൾ ഫ്ലവർ തടിയുടെ ഒക്കെ വലിപ്പം കണ്ടത്. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നു. ആ മഴയിലൊക്കെ. ഇതോ? ഇത് ബ്ലൂബെറി ഐസ്. ഇത് റൂട്ടഡ് ആണെന്ന് തോന്നുന്നു. റൂട്ടഡ് പ്ലാന്റ് ആണ് ബ്ലൂബെറി ഐസിന്റെ. തിമ്മ റെഡ് പറഞ്ഞ വെറൈറ്റി ആണ്. റൂട്ടഡ് പ്ലാന്റുകളാണ്. തിമ്മ പീച്ച്. ഇത് സ്നോ വെറൈറ്റി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. അത് മാത്രമേ? സ്നോന്റെ യെല്ലോ, റെഡ്, ഓറഞ്ച് 3 കളർ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. ബട്ടർ കപ്പ്. ഇതോ? പിങ്ക് പാച്ച് പറഞ്ഞ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് കുഞ്ഞു കുഞ്ഞു നിറയെ പൂക്കളുണ്ടാവും. നിറയെ പൂക്കളുണ്ടാവും. തീരെ വണ്ണം വരില്ല. നേരത്തെ കമ്പുകളായിരിക്കും. മഹാറാണി
ആ മഹാറാണി 2 ടൈപ്പ് ഉണ്ട് 2 ടൈപ്പ് ഉണ്ട്. ലീഫ് ചുരുണ്ടിട്ടും വരുന്നുണ്ട്, നല്ല സ്ട്രൈറ്റ് ആയി. ഇതും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. പിന്നെ ദേ ഇവിടെ കുഞ്ഞു ചെടികളുണ്ടല്ലോ. അത് സെയിലിനുള്ള ബട്ടർ കപ്പ് വരുന്നുണ്ട്. ബട്ടർ കപ്പ് ഇത് റൂട്ടഡ് അല്ലേ? ആ റൂട്ടഡ് പ്ലാന്റുകളാണ്. ഇത് മിലോബാത്തിക് പറഞ്ഞൊരു ഗ്രാഫ്റ്റ് ആണ്. ഒരു 10-15ഓളം ഗ്രാഫ്റ്റ് ഇതിൽ വരുന്നുണ്ട്. ഇതോ ബ്രസ റെഡ് ഗ്രാഫ്റ്റ് ചെയ്തൊരു പ്ലാന്റ് ആണ്. അത് മാത്രം. അത് മാത്രം. ഒരുപാട് കമ്പുകൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-20ഓളം ഗ്രാഫ്റ്റ് ആകുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഈ ചെയ്ത കമ്പുകളെല്ലാം പിടിക്കുമോ അങ്ങനെ? അല്ലെങ്കിൽ കുറേയൊക്കെ പോവോ? കുറേയൊക്കെ പോവും, പക്ഷെ ആ മഴ ടൈമിൽ കറക്റ്റായിട്ട് വരും. ഓ ശരി. ഇതേതാ? ഇത് ഓറഞ്ച് ഐസ് പറഞ്ഞൊരു പ്ലാന്റ് ആണ് വരുന്നത്. പിങ്ക് പാച്ച്. ഇത് നമ്മളിപ്പോൾ അവിടെ കണ്ടല്ലേ മുകളിൽ? ആ ഗോൾഡൻ സമ്മർ വൈറ്റും പർപ്പിളും കൂടി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത്. അത് ഫ്ലെയിം റെഡ്. ഇതിൽ 2 കളർ ഗ്രാഫ്റ്റ് വരുന്നുണ്ട്. ഇത് ഡെൽറ്റ ഡൗൺ യെല്ലോ, പിന്നെ റോമ വെരിഗേറ്റഡ് പറഞ്ഞിട്ടുള്ള 2 കളറിൽ പ്ലാന്റ് വരുന്നുണ്ട്. ബ്രസ റെഡ് വെരിഗേറ്റഡ്. ഇത് ഹുവായി വൈറ്റ് അല്ല? അല്ല ഹവായി വൈറ്റ് അല്ല അത് വരുന്നത്. അത് പിങ്ക് ബബിൾ പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അത് ഫ്ലവർ ഫെയ്ഡായി തുടങ്ങിയതാണ്. ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇത് പിങ്ക് പാന്തർ ഗ്രാഫ്റ്റ് ചെയ്ത്. ഇത് ചുനി ഗോസ്വാമി പറഞ്ഞൊരു പുതിയ വെറൈറ്റി. ചുനി ഗോസ്വാമി പറഞ്ഞ പുതിയ വെറൈറ്റി ആണ്. ഇത് ബ്രസ റെഡ് പിങ്ക്. അതിലത് രണ്ടും. ഇത് ഫ്ലെയിം കാറ്റഗറി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. 4 കളർ അതിൽ വരുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് വരുന്ന. പക്ഷെ ഇത്രയും വലിപ്പുള്ള ചെടികളൊക്കെ നിങ്ങൾക്ക് ഹൈവേ ഡെലിവറി ആക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല? ഇല്ല, കുഴപ്പമില്ല. അതേമാതിരി തന്നെ കൊണ്ടുപോകും. അത് സക്കൂറിന്റെ ഗ്രീൻ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മളെ വാട്ടർ മെലോൺ യെല്ലോ. വാട്ടർ മെലോൺ യെല്ലോയും വാട്ടർ മെലോൺ കിസും കൂടി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് അത് വരുന്നത്. ഇത് ക്രിസ്റ്റീന പറഞ്ഞ വെറൈറ്റി. ഇത് ഫ്ലെയിം റെഡ് മാത്രം ഗ്രാഫ്റ്റ് ചെയ്തത്. ചില്ലി യെല്ലോ ഒക്കെ സിംഗിൾ കളറായിട്ട് തന്നെ. ഇത് മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റ് ആണ്. റൂബി റെഡ്, ഫ്ലെയിം റെഡ്. അതന്നെയാണ് ആ പ്ലാന്റും വരുന്നത്. ഇത് ബട്ടർ കപ്പിൻ്റെത്. മറ്റേത് കയാട്ട മജന്ത പറഞ്ഞൊരു പുതിയ വെറൈറ്റി ആണ് വരുന്നത്. അത് പിങ്ക് പാച്ചും സക്കൂറിയും കൂടി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ്. 2 കൂടി തന്നെ. ഇത് മിലോബാത്തിക് പറഞ്ഞ പ്ലാന്റ് ആണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ്. ഇതും മിലോബാത്തിക്. ഗോൾഡൻ സമ്മർ വൈറ്റും പർപ്പിളും കൂടി മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് അത് വരുന്നത്. ഇത് ഡ്രാഗൺ ഫ്ലെയിം മഹാറാണി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് മഹാറാണി മാത്രമാണോ അതിൽ? അത് മാത്രമാണ്. മഹാറാണി മാത്രം ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് കാമിലിയ ഐസ് പിങ്ക്, റെയിൻബോ വെരിഗേറ്റഡ്. ഇത് വാട്ടർ മെലോൺ വെരിഗേറ്റഡ്. ഇത് മാസ്പർക്ക്. യെല്ലോ മിക്സ് എന്ന് പറഞ്ഞത് അതല്ല, മാസ്പർക്ക് മാത്രം. യെല്ലോ മിക്സ് അല്ല അത്. ഇത് സക്കൂറിയും ഹവായ് പിങ്കും കൂടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. കാമിലിയ ഐസ് പിങ്ക്. ഇത് സക്കൂറ മാത്രം ചെയ്തിട്ടുള്ള. ഫ്ലെയിം റെഡും റൂബി റെഡും ആയിട്ടുള്ള ഒക്കെ അത്യാവശ്യം നല്ല വണ്ണം വരുന്ന. ഇതൊക്കെ അധികം റിസോർട്ടിലേക്കാണ് പോണത്. പിന്നെ ഹൗസ് വാമിങ്ങിനൊക്കെ ആണ് കൊണ്ടുപോകണത് അവർ. കാരണം ഇങ്ങനെ തന്നെ വലിയൊരു തടി കൊണ്ടുപോയി വെച്ചാൽ ഒറ്റ പ്ലാന്റ് മതി ഒരു വീട്ടിൽ. സക്കൂറ മാത്രം ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് കാമിലിയ റെഡ്. ഇത് നമ്മളെ മിസ് വേൾഡിന്റെ മദർ പ്ലാന്റ് ആണ്. ഇല്ല, റൂട്ടഡ് പ്ലാന്റ് ആണ്. ഒരു 5-6 വർഷമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വരുന്ന പ്ലാന്റ് ആണ് അത്. നമുക്ക് ഈ കമ്പുകൾ എടുക്കാൻ പറ്റുമോ? എടുക്കാം. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഗ്രാഫ്റ്റ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ഇതൊന്നും അധികം എടുക്കാറില്ല. ഇത് സക്കൂറിന്റെ റൂട്ടഡ് പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് വരുന്നത്. അവിടെയാണ്. ഇത് ബ്രസ പീച്ചിൻ്റെ തന്നെ പ്ലാന്റ് ആണ്. മിസ് വേൾഡിൻ്റെ ഒക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് അതൊക്കെ. ഇവിടെ ചെറിയ ചട്ടികളുണ്ട്. ചെറുത്. ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റുകളാണ്. അത് റെയിൻബോ വെരിഗേറ്റഡ് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇത് സക്കൂറിൻ്റെ തന്നെ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. ബ്രസ റെഡ് വെരിഗേറ്റഡ് ഒക്കെ. ഇതൊക്കെ സെയിലിന് വരുന്ന. ഒക്കെ അധികം വണ്ണമില്ലാത്ത തടിമ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ വരുന്നത്. ഇത് വാട്ടർമെലൺ കിസിന്റെ വെരിഗേറ്റഡ് പുതിയ വെറൈറ്റി ആണ്. ഇത് നമ്മളെ ബട്ടർഫ്ലൈ യെല്ലോ ഒക്കെ ചെയ്യുന്നു. ഇതും പുതിയാണല്ലേ? ഇത് ബ്രസ റെഡ് വെരിഗേറ്റഡ്
അത് പിങ്ക് പാന്തറും വൈറ്റ് പാന്തറും കൂടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്. പക്ഷെ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. ആ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ അത് മാത്രമല്ല പൂവുകൾ ഇങ്ങനെ കൂർത്ത മരത്തിൽ പൂക്കൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ലീഫ് കാണാതെ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണത്. വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടുണ്ടല്ലേ കുറച്ച് അകത്ത് എന്തൊക്കെയുള്ളത്? ഇത് വെറൈറ്റി അതാ. ഇത് ബ്രസൻ്റെ മജന്ത. മജന്തയാണ്. ഇതൊക്കെ നമ്മൾ സെയിലിനായിട്ടുള്ള ഗെയ്ഷാറിൻ്റെ പ്ലാന്റുകളാണ്. ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് ചട്ടികളിലുള്ള ചെടികളാണ്. അതെ, ഇങ്ങനത്തെ കുറേ ചെടികളുണ്ട് കേട്ടോ ഇവിടെ. അഡാസ്റ്റോയി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതൊക്കെ ഫ്ലെയിമിൻ്റെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല വണ്ണം വരുന്ന റൂട്ട് സ്റ്റോക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മളെ മദർ പ്ലാന്റുകളാണ്. ഇത് കൊടുക്കാനുള്ള കുറച്ച് മദർ പ്ലാന്റുകളുണ്ട്. എന്തൊക്കെയുണ്ട് വെറൈറ്റി? ഇതിൽ 3 സ്റ്റാർ വരുന്നുണ്ട്, കയാട്ട, വയലറ്റ് സെപ്റ്റംബർ, തിമ്മ, ചില്ലി റെഡ് എല്ലാം അങ്ങനെ കുറച്ച് വെറൈറ്റീസ് വരുന്നുണ്ട്. ഒക്കെ അത്യാവശ്യം പ്രായമായ മദർ പ്ലാന്റുകളാണ്. ഇത് മിലോബാത്തിക്കിൻ്റെ ഒരു മദർ പ്ലാന്റായി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇവിടെ ഇതുണ്ടല്ലോ മറ്റേ മഹാറാണി വരുന്നുണ്ട്. ഇതോ ഈ വെറൈറ്റിയോ? അത് നമ്മൾ വാട്ടർമെലോൺ കിസ്. വാട്ടർമെലോൺ കിസ് ആണോ? ഇത് വെയിലത്ത് വെക്കാണ്ട് ഈ കളർ. അതാ വെയിലത്ത് ഇല്ലാഞ്ഞിട്ടാണ്. ഇതും എന്താ വലിയ തടികളിൽ ക്രാഫ്റ്റ് ചെയ്ത് വെച്ച ചെടികളാണ്. ഇതാണ് മഹാറാണി കൊടുക്കാനുള്ളത്. ഇത് അത്യാവശ്യം കുറച്ചുള്ളൂ അല്ലേ ചെടികൾ? ചെടി മഹാറാണി ഹൈറ്റുള്ള ചെടിയിട്ടൊരു വലിയ മദർ പ്ലാന്റുകളാണ്. 4 അടിയൊക്കെ ഉണ്ടാവും. ഇതും പെറ്റ്സിൻ്റെ വണ്ടിക്ക് ഇവർക്ക് അയക്കാവുന്നതാണ്. ഇതോ? അത് ഗോൾഡൻ മാവിൻ്റെ. ഇവിടെ അധികം നമ്മളെ മദർ പ്ലാന്റുകളാണ് കൂടുതൽ. ഇതാണോ വൈവൈറ്റ്? വൈവൈറ്റിൻ്റെ പ്ലാന്റുകളാണ്. പിന്നെ ഇതൊക്കെ ഒരു ഈ ചെടി ചുനി ഗോസ്വാമി. ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈം ബ്യൂട്ടിൻ്റെ പ്ലാന്റാണ്. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. അത് ഗ്രാഫ്റ്റ് ഒക്കെ പിടിച്ച് ഇനി വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒക്കെ സെറ്റായി വരണേ. ഇത് കുറച്ച് പുതിയതാണോ അല്ലേ? ഡ്രാഗൺ ഫ്ലെയിം പറഞ്ഞ വെറൈറ്റിയാണത്. ഡ്രാഗൺ ഫ്ലെയിം. ഓക്കെ. അതിന്റെ കുറച്ച് ഇതുണ്ട്. റൂട്ടഡ് പ്ലാന്റ് ആണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് അതിന്റെ വരുന്നത്. റൂട്ടഡ് അല്ല ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ഒക്കെ വരുന്നത്. ഇതാ? അത് സക്കൂറിന്റെ ഒക്കെ മദർ പ്ലാന്റുകൾ ആയിട്ടാണ്. പിന്നെ ഇവിടെ കൊടുക്കാനുള്ളത് ഇത് ഏതാ ഈ ചെടി? ഇത് പിങ്ക് പാന്തർ, വൈറ്റ് പാന്തർ ഒക്കെ ആയിട്ട് വരുന്ന പ്ലാന്റ്. ചെറിയ ചട്ടിയാട്ടോ. അത് ഒരു 6 ഇഞ്ച് പോട്ടൊക്കെയാണ്. ചെറിയ ചട്ടി. ഇതിപ്പോൾ നമ്മൾ ചില്ലിൻ്റെ മൾട്ടിഗ്രാഫ്റ്റ് ഇപ്പോൾ ചെയ്ത് സെറ്റായി വരുന്ന പ്ലാന്റാണ്. ചില്ലിൻ്റെ 6 കളർ വരുന്നുണ്ട് അതിൽ. അങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ്. ഈ സമയത്ത് ഇത് പിടിക്കുമോ? അത് മഴയത്തല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നല്ലതാണ്. അത് ഗോൾഡൻ ബ്രസ റെഡ് പറഞ്ഞ പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്ത് ഒക്കെ ഇപ്പോൾ ഇങ്ങനെ കയറി വരുന്ന പ്ലാന്റുകളാണ്. ഇത് ബ്രസ പർപ്പിളിൻ്റെ പ്ലാന്റാണ് വരുന്നത്. അത് റൂബി റെഡ്. ഇത് ബ്രസ പർപ്പിൾ, ബ്രസ പിങ്ക് ഒക്കെ. ഇതൊക്കെ കൊടുക്കാനുള്ള തൈകളാണ് സെയിലായിട്ട്. സ്കഫേൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ്. അതിൻ്റെ റൂട്ടഡ് പ്ലാന്റും ഉണ്ട്, ഗ്രാഫ്റ്റഡ് പ്ലാന്റും വരുന്നുണ്ട്. ഇവിടെ ഒരു വയലറ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ ഐഡിയ അറിയില്ല അല്ലേ? ഇല്ല, ഐഡിയ അറിയില്ല. അതിൻ്റെ കുറഞ്ഞ കളർ ഡിഫറൻസേ വരുന്നുള്ളൂ. ഒക്കെ ഒരു ഷെയ്ഡിൽ കുറഞ്ഞ വ്യത്യാസമാണ് വരുന്നത്. ഒക്കെ ഒരേ. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. സിൽവർ മൂൺലൈറ്റ് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കുറച്ച് തൈകൾ സെയിലിനായിട്ടുണ്ട്. ചെറുത് വരുന്നുണ്ട്. സൺസ്റ്റോൺ വൈറ്റ് അതിൻ്റെയൊക്കെ തൈകൾ 7 ഇഞ്ച് പോട്ടിൽ വരുന്ന തൈകളാണ്. ഹവായി പർപ്പിള്, സൂഫിയാന, ഡ്രൈ കളർ വെരിഗേറ്റഡ്. ഇത് സൺറൈസ് വൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഇത് ഡ്രൈ കളർ വെരിഗേറ്റഡ്. വെരിഗേറ്റഡ്. ഇത് റോയൽ ഡോൾഫിൻ പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മൾ ബ്രസൻ്റെ പിങ്ക്. ഇതൊക്കെ പിന്നെ ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ്. റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ്. ബട്ടർഫ്ലൈൻ്റെ ഓറഞ്ച് ഒക്കെ. അത് മാജിക് ഐസ്ക്രീം. അത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. റെഡ് വെൽവെറ്റിന്റെ സെയിലിനായിട്ടുള്ള തൈകളാണ്. ആ കളറിലെ ഫ്ലവർ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നല്ല നല്ല വെയില്. ചെറിയ ചെടികൾ, ചെറിയ 7 ഇഞ്ച് പോട്ടിൽ വരുന്ന തൈകള്. പിന്നെ ഇവിടെ ഒരു സാധനം കണ്ടല്ല. ഇത് ഗോൾഡൻ ബട്ടർ കപ്പ് അല്ലേ? ഗോൾഡൻ ബട്ടർ കപ്പ് പുതിയത്. പുതിയ വെറൈറ്റിയാണ്. ഇത് നമ്മളെ ഗോൾഡൻ അദർന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റുകൾ. യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന നല്ല വലിയ ഫ്ലവറാണ്. നിറയെ ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. പാങ്ലോങ് പീച്ച്. പാങ്ലോങ്ങിന്റെ പീച്ച് പറഞ്ഞ വെറൈറ്റിയാണ്. നമ്മളെ തിമ്മൻ്റെ അത് റൂട്ടഡ് ആണ്. ഇത് തിമ്മൻ്റെ എല്ലാ കളറും കൂടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്.
ഓറഞ്ച്, പീച്ച്, പിങ്ക്, യെല്ലോ എല്ലാ കളേഴ്സും വരുന്നുണ്ട്. ഇത് ഫയർ ഓപ്പുണ്ട്. റൂട്ടഡ് പ്ലാന്റുകളാണ് അതൊക്കെ. നല്ല വലിയ റൂട്ടഡ് പ്ലാന്റുകളാണ്. ഇതുപോലത്തെ ചട്ടികളിലാണ് കൂടുതൽ ഒരു കൊടുക്കുന്നത് അത്രയും സൈസുള്ള ചെടികൾ. ഇതേതാ? ഇത് ഹവായ് പിങ്ക് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഈ ബേർഡ് നെസ്റ്റ് മാതിരി സാധനമല്ലേ, കിളിക്കൂട് പോലെ? കിളിക്കൂട് മാതിരി ഒരു ഹാങ്ങിങ് ടൈപ്പാണ്. ഇത് ഗോൾഡൻ മാവ് പറഞ്ഞ വെറൈറ്റിയാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലീഫിനാണ് നല്ല യെല്ലോയിഷ് ലീഫാണ് വരിക. ലൈറ്റ് വയലറ്റ് സമയത്താണെങ്കിലും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് കൊടുക്കാനുള്ള ചെടി സിംഗപ്പൂർ പിങ്ക് പറഞ്ഞ വെറൈറ്റിയാണ്. അത് പൂക്കൾ നല്ല വലിപ്പമല്ല? ആ, നല്ല വലിയ പൂക്കളാണ്. നല്ല ബഞ്ചായിട്ടുള്ള ചെടികളാണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റുകളാണ്. 6 ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ റൂട്ടഡ് അല്ലേ? ആ, ഒക്കെ റൂട്ടഡ് പ്ലാന്റുകളാണ്. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ തൈകൾ ചെയ്യുന്ന പ്ലാന്റുകളാണ്. ഫ്ലെയിം റെഡ് അല്ലേ? ഫ്ലെയിം റെഡ്. ഇനി ഇങ്ങോട്ട് പോയാൽ ഇതേതാ? ഇത് തിമ്മ പീച്ച് അല്ല, ഇത് ഏതാണ്? തിമ്മ പിങ്ക്. തിമ്മ പിങ്ക് അല്ലേ? ആ, തിമ്മ പിങ്ക് പറഞ്ഞ നല്ലൊരു വെറൈറ്റിയാണത്. അതിൻ്റെ വലിയ ചെടി കേട്ടോ അല്ലേ? ഇത് റൂട്ടഡ്? ആ, റൂട്ടഡ് പ്ലാന്റ് ആണ്. കൊടുക്കും അത്? അല്ല, മദർ പ്ലാന്റ് ആണോ? അല്ല, കൊടുക്കാനുള്ള പ്ലാന്റ് ആണ്. പിന്നെ ചെറിയ ചെടികൾ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് മതിലിൻ്റെ സൈഡിൽ. ഇത് ഹവായ് വൈറ്റ് ലോല വെറൈറ്റി. ലോല ചെയ്ത് ഇത് നമ്മള് ഇതാ ചില്ലി റെഡ് യെല്ലോ. ഇതല്ലേ? ആ, ചില്ലി റെഡ് യെല്ലോ മഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതേതാ ഈ വെറൈറ്റി? ഇത് ഫോക്സ് ടെയിൽ യെല്ലോ പറഞ്ഞ വെറൈറ്റിയാണ്. അതൊക്കെ സെയിലിനായിട്ടുള്ള തൈകളാണ്. 10 ഇഞ്ച് പോട്ടിൽ വരുന്ന തൈകൾ. അല്ല, റൂട്ടഡ് പ്ലാന്റുകളാണ്. ഇത് നമ്മളെ ബ്രസ റെഡിന്റെ സെയിലിനായിട്ടുള്ള വെരിഗേറ്റഡ് ബ്രസ റെഡിന്റെ ചെറിയ ഗ്രാഫ്റ്റഡ്. അല്ല, അത് വയലറ്റ് സെപ്റ്റംബർ പറഞ്ഞ അല്ല, വയലറ്റ്. ഇത് നമ്മൾ സക്കൂറ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ തടിമ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ പക്ഷേ ഈ സക്കുറയുടെ കുറേ ബ്രാഞ്ചസ് ഒരുപാട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. ഇതായിട്ട് നിൽക്കുള്ളൂ. ഇത് ബലാക്ക. ബാലക അറിയണ വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് കളക്ട് ചെയ്തതിന് ശേഷം 1 വർഷത്തോളം വേര് പിടിപ്പിച്ചതിന് ശേഷമാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ചെറിയ ചട്ടികളിലുള്ള റൂട്ടഡ് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട്. ഇത് ഹവായ് വൈറ്റ്. ഇതിൽ ഏതൊക്കെ വെറൈറ്റീസ് ഉള്ളത്? ഇതിൽ ബ്രസ റെഡ് വരുന്നുണ്ട്, റേ ഫിഷ് വരുന്നുണ്ട്, ബട്ടർ കപ്പ് ഉണ്ടല്ലോ, ബട്ടർ കപ്പ് വരുന്നുണ്ട്, ഫ്ലെയിം റെഡ് വരുന്നുണ്ട്, കാമിലിയ റെഡ് വരുന്നുണ്ട്. ടാങ്ലോങ് വെറൈറ്റീസിൻ്റെ തൈകളാണ് സെയിലിനായിട്ടുള്ളത്. ടാങ്ലോങ് പിങ്ക്, ടാങ്ലോങ് വൈറ്റ്, ടാങ്ലോങ് റെഡ്. ഇതൊക്കെ റൂട്ടഡ് പ്ലാന്റുകളാണ്. ഒരു 5 ഇഞ്ച് പോട്ടിൽ വരുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം. ഇത് റെഡ് അല്ലേ? അത് റെഡ്. ഇത് വിരിയില്ല, അങ്ങനെ കൂമ്പി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. നല്ല ഡാർക്ക് റെഡ് ആണ് വരുന്നത്. ഇതൊക്കെ ഇവിടെ റൂട്ട് ചെയ്തേക്കണ ഗ്രാഫ്റ്റ്? ഒക്കെ നമ്മൾ ഇവിടെ റൂട്ടഡ് പ്ലാന്റുകളാണ്. നമ്മൾ തന്നെ റൂട്ടാക്കി എടുക്കുന്ന പ്ലാന്റുകളാണ്. തിമ്മ വെറൈറ്റീസ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. തിമ്മന്റെ എല്ലാ കളേഴ്സും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം വലിയ ഒരു ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന ഒരു തടിയാണത്. ഇതാ ഡ്രൈ ക്രൈം ബ്യൂട്ടി പറഞ്ഞ വെറൈറ്റി ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് ഹൈറ്റ് ഉണ്ട്, 7 അടിയോളം പൊക്കം വരുന്നുണ്ട് ആ തടിക്ക്. 1-2 ഉണ്ട് ഇവിടെ. പിന്നെ ഇത് വൈറ്റ്, സൺറൈസ് വൈറ്റ്. സൺറൈസ് വൈറ്റ് ആണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഇത് പക്ഷേ സിംഗിൾ ആണല്ലേ? ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ചെടി ഉണ്ട്. ഏതാ? ഫോക്സ് ടെയിൽ യെല്ലോ പറഞ്ഞിട്ടുള്ള പ്ലാന്റ്. അത് വേണോ? 25 ഗ്രാഫ്റ്റ് വരുന്നുണ്ട് ഈ ഒറ്റ പ്ലാന്റിൽ. കാരണം ഒരേ വെറൈറ്റി തന്നെയാണ് ഫുള്ളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ട്രൈ കളർ. ഇതാണോ മുള്ളില്ലാത്തത്? കുറഞ്ഞ മുള്ള് വരുന്നുണ്ട്. കുറഞ്ഞ മുള്ള് വരും. മുള്ളില്ലാന്ന് പറയണ കാര്യമില്ല. ഇല്ല, കുറഞ്ഞ മുള്ള് എല്ലാത്തിലും വരുന്നുണ്ട്. ഇതോ? ബ്രസ മിനിയേച്ചർ പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വെറൈറ്റിയാണ്. ഒരു ഹാങ്ങിങ് ടൈപ്പ് പ്ലാന്റ് ആണ്. ഹാങ്ങിങ്ങിനും പറ്റും. ഹാങ്ങിങ്ങിനും പറ്റും. നല്ല വലിയ റൂട്ട് സ്റ്റോക്കിൽ ചെയ്തിട്ടുള്ളതാണ് അത്. ഇത് പിങ്ക് പാച്ച് പറഞ്ഞ വെറൈറ്റി ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ വലിയ റൂട്ട്സ്. ഇതൊക്കെ അധികം ഹൗസ് ഫാമിങ് അങ്ങനെ പോണ റിസോർട്ടിക്കൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ പ്ലാന്റുകൾ അധികം. അത് നമ്മൾ കട്ട് ചെയ്ത് ഇതാക്കുന്ന ടൈമിൽ ഇൻഫെക്ഷൻ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്താ ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കണം? സാധാരണ നമ്മൾ പോട്ട് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ജൈവവളം ചേർത്തിട്ടാണ് പോട്ട് ചെയ്യാറുള്ളത്. അതെന്തൊക്കെയാണ് സാധാരണ? നിങ്ങൾക്ക് വല്ല പ്രത്യേക വളം ഉണ്ടോ?
ഇല്ല, നമ്മൾ ഒന്നുകിൽ ചാണകപ്പൊടി, ആട്ടുകാഷ്ടത്തിൻ്റെ പൊടി അതെന്തെങ്കിലുമാണ് ചേർത്ത് പോട്ട് ചെയ്യാറുള്ളത്. പിന്നെ ഇംഗ്ലീഷ് വളങ്ങൾ 18, 18, 19, 19 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെർട്ടിലൈസറായിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മളെ കപ്പലണ്ടി പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ പുളിപ്പിച്ചിട്ട് ആ സ്ലറി കൊടുക്കാറുണ്ട്. അത് നല്ലൊരു വളമാണ്. ഇതിൽ 2 കളർ ഉണ്ടല്ലോ. അത് രണ്ടിലും ഏതൊക്കെയാണത്? ബ്രസ റെഡ് വെരിഗേറ്റഡും ഹവായ് വൈറ്റും കൂടി ഡാപ്റ്റ് ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ. നല്ല അതിൻ്റെ ആ റൂട്ട് സ്റ്റോക്കിനാണ് കൂടുതൽ ഭംഗി വരുന്നത്. ആ ഒരു ഷേപ്പ് കറക്റ്റ് ഒരു ഇതുണ്ടോ വളഞ്ഞിരിക്കുന്ന തടിയാണ്. അപ്പോൾ ഞാൻ തിരിഞ്ഞു വളഞ്ഞ് വീടിൻ്റെ ഇതൊക്കെ നമ്മൾ മിസ് വേൾഡിൻ്റെ സെയിലിനായിട്ടുള്ള തൈകളുകൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ഫസ്റ്റ് കാണിച്ചിരുന്ന പ്ലാന്റുകൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ.